നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നതുപോലെ ഞങ്ങളുടെ ഘോഷിക്കണമേ, ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. രക്ഷയുടെ കുദാശയായ മാമോദിസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായി അവർണ്ണീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഭൗതിക ശരീരത്തിൽ അംഗമായി തീരുവാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തിത്തരണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവർത്തിപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ശിശുവിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ കർത്താവ് മിശിഹായുടെ സുവിശേഷം. ഉണ്ണീശോയുടെ പരിച്ഛേദനത്തിന് 8 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമം അനുസരിച്ച് മറിയത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിന് സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ഓരോ ആൺകുട്ടിയും കർത്താവിന് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചെങ്ങാലികളെയോ 2 പ്രാവി കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവരും വിശ്വാസം പ്രത്യാശനും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. മാമോദിസ പ്രദാനം ചെയ്യുന്ന വരപ്രസാദത്തിൽ ഈ ശിശുവിനെ എന്നും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിനെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ സമ്പ്രദീതിയിൽ വളർന്നു വരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിന്റെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിന്റെ ജ്ഞാനസ്നാനം നൽകുന്ന വൈദികരും ശുശ്രൂഷികൾക്കും എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ശിശുക്കളുടെ സ്നേഹിതരായ മിശിഹായി ശിശുവായി പിറന്ന അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഈ ഓമന ശിശുവിനെ സഭയുടെ ഉത്തമ സന്താനവും സ്വർഗരാജ്യത്തിന് അവകാശിയുമാക്കണമേ. ഈ ശിശുവിന് നൽകാൻ പോകുന്ന റീത്ത എന്ന വിശുദ്ധ നാമം സൂചിപ്പിക്കുന്ന എല്ലാവിധ നന്മകളും ഈ ശിശുവിൽ നിരന്തരം വിളങ്ങി പ്രകാശിക്കട്ടെ. ഈ ശിശുവിന് നാമകാരണയായ വിശുദ്ധയുടെ മാതൃകയനുസരിച്ച് യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ശിശുവിനെ സഹായിക്കണമേ. കാവൽ മാലാഖയുടെ നിരന്തരമായ സംരക്ഷണം ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഈ ശിശുവിന് ലഭിക്കുമാറാകട്ടെ. ഈ കുഞ്ഞിന്റെ ജനനത്തിനും വളർച്ചയിലും താല്പര്യവും സന്തോഷമുള്ള എല്ലാവർക്കും, വിശേഷമായ കുടുംബത്തിനും ഈ ശിശുവിന് അഭിമാന സ്തംഭമായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിനെയും നാഥ എന്നേക്കും.